ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലൊരു പഴയ ഇൻവെർട്ടർ അല്ലെങ്കിൽ നോർമൽ ലെവലിലുള്ള ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ സോളാർ ഇൻവെർട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം, അതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കുന്നത് സാധാ ഒരു ഇൻവെർട്ടറാണ് വരുന്നത്, അതായത് 800 VA ഒരു ഇൻവെർട്ടറാണ് വരുന്നത്. അതായത് 1 കിലോവാട്ടൊക്കെ വരുന്ന രീതിയിലുള്ള ഇതാണ്. മാക്സിമം വാട്ട്സ് നമുക്ക് ഒരു 600 വാട്ടിനും ഒരു 800 വാട്ടിനും ഇടയ്ക്കാണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അതായത് എർത്ത് വരുന്നുണ്ട്, ഫേസ് ഔട്ട് വരുന്നുണ്ട്, ഫേസ് ഇന്ന് വരുന്നുണ്ട്, ന്യൂട്രൽ. ഇതാണ് മെയിനായിട്ട് വരുന്ന കണക്ഷൻസ് വരുന്നത്. അതായത് KCBയിൽ നിന്ന് വരുന്ന ചാർജിങ് സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് ഫേസ് ഇന്ന് വരും. ഇനി ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ വർക്ക് ചെയ്ത് ഇൻവെർട്ടർ കറണ്ട് പോകുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ഫേസ് ഔട്ട്, പിന്നെ ന്യൂട്രൽ, നോർമൽ ലെവൽ. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 165 AH C10 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാണ്. അതായത് നമ്മുടെ വീട്ടിൽ സോളാർ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഭാവിയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ C10 ബാറ്ററി തന്നെ സെലക്ട് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത്. C10 ബാറ്ററിയാണ് സോളാറിന് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ വരുന്ന UPS മോഡ് ഉണ്ട്, സാധാ ഇൻവെർട്ടർ മോഡുണ്ട്. അപ്പോൾ UPS മോഡിലേക്കാണ് UPS മോഡിലേക്ക് ഇടാം, ഇൻവെർട്ടർ മോഡിൽ ഇൻവെർട്ടർ. അതായത് UPS മോഡ് എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് അതിൻ്റെ ടൈമിംഗ് ഡിലേ ആണ് വരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ, നമ്മുടെ സാധാ ഒരു ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തുള്ളൂ. കണ്ട ഒരു സ്വിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മൾ ഈ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടു, സാധാ ഇൻവെർട്ടറിൻ്റെ ഔട്ട്. ഈ സ്വിച്ച് കണ്ട, ഇതാണ് സോളാറിലേക്ക് വരുന്ന സ്വിച്ച് വരുന്നത്. ഈ സ്വിച്ച് നമുക്ക് ഇൻവെർട്ടറിന് ഇല്ലെങ്കിൽ കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതായത് KSEB ഉള്ള സമയത്ത് KSEB രാത്രി സമയങ്ങളിൽ ചാർജ് ചെയ്യാം. ഇനി അതല്ല, KSEB ചാർജ് ചെയ്ത് സോളാർ കൊടുക്കുന്ന സമയത്ത് സോളാറിൽ നിന്നായിരിക്കണം നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ കൂടുന്നതിൻ്റെ കാരണം സോളാർ വെച്ചാലും കറണ്ട് ബില്ല് കൂടുന്നതിൻ്റെ കാര്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന സംഭവം. അതായത് നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടറിന് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്വിച്ച് സെപ്പറേറ്റ് സെലക്ട് ചെയ്യണം. അത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏത് പഴയ മോഡൽ ഇൻവെർട്ടർ ആണെങ്കിൽ കൂടി നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സോളാർ ഇൻവെർട്ടർ ആണെങ്കിൽ സോളാറിന് സെപ്പറേറ്റ് ഒരു സ്വിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സോളാർ ഉള്ള സമയത്ത്, അതായത് സൂര്യപ്രകാശം ഉള്ള സമയത്ത് കാലത്ത് മൊത്തം ബാറ്ററി ചാർജ് ആവുന്നതും അതിൻ്റെ ഔട്ട് ഉപയോഗിക്കുന്നതും ഈ പറയുന്ന സ്വിച്ച് ഓൾറെഡി തട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ KCB കട്ടായിട്ട് സോളാറിൽ നിന്ന് ചാർജാണ്. ഇതാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ബാറ്ററി വോൾട്ടേജ് കണ്ട്, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് സോളാറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി വോൾട്ടേജ് നിങ്ങൾ കണ്ടു 13.5 വോൾട്ട് വന്നു. AC ഔട്ട് 224 വോൾട്ട് വന്നു. AC ഇന്ന് നിങ്ങൾ കണ്ടു 0, അതായത് കറണ്ട് പോയൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. ഒരു നോർമൽ ഇൻവെർട്ടർ നമുക്ക് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് MPPT ആണ്. MPPT എന്ന് ഉദ്ദേശിച്ച് നമുക്ക് സോളാറിൽ നിന്ന് വരുന്ന ചാർജ് കൺട്രോളറാണ്. അതായത് സോളാർ പാനലിൽ നിന്ന് നേരിട്ട് ഒരിക്കലും ഇൻവെർട്ടറിലേക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് MPPT വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ MPPT വഴിയായിരിക്കും ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങൾ വരുന്നത്. കണ്ടോ, അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ആ നീല ലൈറ്റ് കാണാൻ സാധിക്കും. അത് ലോഡ് ചെയ്യുന്നത് ഇൻവെർട്ടറിൽ നിന്നാണെന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ സോളാർ പെർഫോമൻസ് ഇപ്പോൾ ഓൾറെഡി ഇൻവെർട്ടറിൽ നിന്ന് ലോഡ് ചെയ്യുന്നതുകൊണ്ട് അത് കൂടാതെ തന്നെ നമ്മളീ പറയുന്ന ഇൻവെർട്ടർ ചാർജ് ആവുന്നുണ്ട്, ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ഈ ഒരൊറ്റ പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 545 ബൈഫേഷ്യൽ മോണോപ്പർക്ക് ഹാഫ് കട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലേറ്റസ്റ്റ് മോഡൽ ടെക്നോളജി. മുകളിൽ നിന്നും താഴെ നിന്നും ലൈറ്റ് റിഫ്ലക്ഷൻ വന്നാൽ കൂടിയും എഫിഷ്യൻസി ഒരു 20% കൂടുന്ന രീതിയിലുള്ള മോണോപ്പർക്ക് ഹാഫ് കട്ട് ആണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പാനൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഡയഗ്രാമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടർ തന്നെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒരു MPPT. അതുപോലെ തന്നെ ഒരു മെയിനായിട്ട് പറഞ്ഞ ഒരു MPPTയും ഒരു മെയിനായിട്ട് ഒരു പാനലും മാത്രം മതി നമ്മുടെ സാധാ ഇൻവെർട്ടർ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സോളാർ ഇൻവെർട്ടർ വേണമെന്ന് നിർബന്ധമില്ല. നമുക്കതിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു MPPTയും ഒരു പാനലും പിന്നെ മെയിനായിട്ട് വരുന്ന C10 ബാറ്ററി, അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇനി വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇൻവെർട്ടർ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. കംപ്ലൈൻറ്റ്സ് നല്ലൊരു ശതമാനം കുറവും നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത്. സാധാരണ സോളാർ ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് കംപ്ലൈൻറ്റ്സ് വളരെ കുറവായിരിക്കും. കാരണം എല്ലാം സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കംപ്ലൈൻറ്റ് വന്നാൽ കൂടിയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് ഏതാണ് MPPT ആണോ സോളാർ പാനലാണോ കംപ്ലൈൻറ്റ്, ഇനി അത് കൂടാതെ തന്നെ ബാറ്ററി സെക്ഷനിൽ നിന്നാണോ, ഇനി അതിൽ ഇൻവെർട്ടർ സെക്ഷനാണോ എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. മറ്റേത് ഒറ്റ മോഡുകളാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു MPPTയിൽ കംപ്ലൈൻറ്റ് ആയാൽ കൂടിയും നമുക്ക് ഇൻവെർട്ടർ സെക്ഷൻ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ അത് നമുക്ക് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ പഴയ ഇൻവെർട്ടർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഈ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, പിന്നെ ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.